കൂടെ കൊണ്ടുവാ മാനേ ഉന്മാരാപ്പിലേ ഹോയ്. മഴത്തുള്ളി തുള്ളി തുള്ളി നൃത്തമാടി വരും വാനിൽ കൊണ്ടുമാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. मेरा झुमका उठा के लाया यार वे जो गिरा था बरेली के बाजार में मैं तो झुमका लगा के शर्मा गई बोले घूमकर बता दे के मैं आ गई. കലക്കിരിക. താങ്ക് യു ചേട്ടാ. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കയുടെ കോട്ടാണ് ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ തനനാന തനന ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗരാമഴ. പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗരാമഴ. പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗരാമഴ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ co-presented by നന്ദനം സാനിറ്ററി. സോ അഞ്ജലി, യെസ്, നമ്മളൊരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെ. ഓഡിയൻസ് വിചാരിക്കുന്നുണ്ടാവും എന്തായാലും, കാരണം സൂപ്പർ സ്റ്റാർ ജൂനിയർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ രണ്ടുപേരും കൂടി ഒരു നല്ലൊരു റെയിൻ ഡാൻസ് നല്ലൊരു യെസ് റെയിൻ ഡാൻസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് എന്തായാലും ഓഡിയൻസിനായിട്ട് പങ്കുവയ്ക്കാം. നമ്മൾ ആക്ച്വലി ഇന്ന് ഇവിടെ ഡാൻസ് ഇങ്ങനത്തെ ഒരു റെയിൻ പാട്ട്, അതായത് പ്രണയമണി തൂവൽ എന്ന് പറയുന്ന പാട്ട് ബേസിക്കലി മഴ എന്ന് പറയുമ്പോൾ ഒരു പര്യായമായി മാറിയ ഒരു പാട്ടാണ്. സോ അങ്ങനത്തെ ഒരു പാട്ടിന് നമ്മൾ ഡാൻസ് കളിക്കാൻ കാരണം സോ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല കേരളത്തിൽ ഒരുപക്ഷെ ചൂട് കൂടിയ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചൊരു കാര്യമാണ് ഈശ്വര മഴ പെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു അങ്ങനത്തെ അവസ്ഥകൾ ഒരുപാട് സ്ഥലത്ത് ഉള്ളതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ലോകമെമ്പാടും ഒരു വേൾഡ് റെയിൻ ഡേ എന്ന് പറയുന്ന രീതിയിൽ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ഭാഗമായി നമ്മളും സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. സോ എന്തായാലും നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടാ. യെസ്. അല്ല, റെയിൻ ഡാൻസ് നിങ്ങൾ റെയിൻ ഇല്ലാതെ വെള്ളം ലാഭിക്കാൻ വേണ്ടി ചെയ്താണോ? ഒരിക്കലും നമ്മൾ വെള്ളം ഡാൻസിന് വേണ്ടി നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല.
അതുകൊണ്ടാണ് റെയിൻ ഇല്ലാത്തത് അല്ലേ? യെസ്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. റെയിൻ വെളിയിലുണ്ട്, അകത്ത് ഇവര് ഡാൻസ് ചെയ്യും. അപ്പൊ റെയിൻ ഡാൻസ്. അതെ, അവരുടെ ഡാൻസിൽ തന്നെ മഴ ഭയങ്കരായിരുന്നു. ഭിന്നം അവര് ഭിന്നമായി ഡാൻസ് ചെയ്യുമ്പോ തന്നെ മഴ പെയ്തോളൂ. ഇത്ര നാളും അഞ്ജലി ഇങ്ങനെ പാടി വന്ന് ഇങ്ങനെ എപ്പോഴും ഷൈൻ ചെയ്ത് തകർക്കായിരുന്നു. ഇന്ന് നമ്മുടെ രഞ്ജിക്കൂടെ തകർത്ത് മോനെ. വയ്യ, ഇതൊക്കെ ഞാൻ പറഞ്ഞു വെക്കുന്ന പോലെ ഉണ്ടോ? രണ്ടുപേരും രജു യു അസ്റ്റോണിഷ് മീ. Oh my God. my God. You marvelous me. It's a medical You miracle. fantabulous me. It's a medical miracle. പിന്നെ എന്തായാലും ഈ പാട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നമുക്ക് സുജാത ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. Yes. എനിക്ക് അവിടെ ഒന്ന് ലൈവായിട്ട് പാടിയാ പാടായിരുന്നു എന്ന് തോന്നി. Okay, so നമ്മൾ ഒരു ദിവസം അത് ചെയ്യുന്നതായിരിക്കും. Yes. തീർച്ചയായിട്ടും. With rain. അതെ. അപ്പൊ ഇത്രയും മഴപ്പാട്ടുകളുള്ള സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. വിജയ് ചേട്ടാ, ഒരു ഇഷ്ടപ്പെട്ട ഒരു മഴപ്പാട്ട്. മഴ വരുത് കൂടെ കൊണ്ടുവാ മാനേ ഉന്മാരാപ്പിലേ ഹോയ്. വെയിൽ വരുത് നിഴൽ കൊണ്ടുവാ മന്നാവുൻ പേരൻപിലേ. വേറെതാ? മഴ തുള്ളി 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 നൃത്തമാടി വരും വാനിൽ വർഷമേഘങ്ങൾ വിളി നീർത്തിടും. അത്രയൊക്കെ മതി. പനി നീർമഴ പൂമഴ തേൻമഴ. ഇനി നീ പറടാ ഏതെങ്കിലും ഒരു പാട്ട്. ഒന്നുകൂടെ പാടാം. എന്റെ കൂടെ പാടിച്ചേക്കാം. പിന്നെ വൈശാലിയിലും ഒരു നല്ലൊരു സോങ് ഉണ്ട്. ചേച്ചിയുടെയും ഒരു ശരത്തേട്ടന് പാട്ട്. ചേച്ചിയുടെയും ഒരു ജൂണിലെ നിലാമഴ ചേച്ചല്ലേ? ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളൂ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. വൈശാലിയിൽ ഒരു പാട്ടുണ്ട്. വൈശാലിന് മുമ്പ് ദുൻ 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 മഴപ്പാടാണ് പ്രോപ്പർ. മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ആരൊരാൾ പുലർമഴയിൽ ആർദ്രമാം ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയാ. പ്രണയമൊരു തീനാളം അലിയു നീയാവോളം. പ്രണയമൊരു തീനാളം അലിയു നീയാവോളം. Okay, so thank you so much for bringing Thank back you. this. Rain songs. Yes, അതെ. मेरा झुमका उठा के लाया यार वे जो गिरा था बरेली के बाजार में. मैं तो झुमका लगा के शर्मा गई. बोले घूम कर बता दे के मैं आ गई. मुझको नचा के नच ले आजा नच ले मेरी यार. ഞാൻ ആദ്യം തൊട്ട് പറയാം, മോൾക്കൊരു പ്രത്യേക ടോൺ ഓഫ് വോയിസ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആണത്. അത് മോൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് മാറി തീരും, അതിനൊരു സംശയമില്ല. मैंने गलती करी थी मेरी नथनी पड़ी थी कि सोने में उसको रंगा गई. मेरा गा के या दरिया पे आ गई.
കലക്കിരിക. താങ്ക് യു ചേട്ടാ. ഓ നച്ച് ले मेरी यार तो नच ले अब तो लुटा है बाजार सबको बुला के नच ले आजा नच ले വെരി നൈസ്. താങ്ക് യു ചേട്ടാ. എന്ന് മാത്രം ഞാൻ പറയുന്നു വിചാരിക്കരുത്, അങ്ങനെയല്ല. ഇറ്റ് വാസ് എക്സലന്റ്. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കയുടെ കോട്ടാണ് ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഹീറോയിൻ ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. തൊട്ടടുത്ത് നിൽക്കുന്ന ആള് പെർഫെക്റ്റ് ഡ്രസ് ആയിട്ടിരിക്കുന്ന ഈ കോമഡി സീക്വൻസിന്. നല്ല കളർ കോമ്പിനേഷൻ. ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ മോൻ ഈ കോമിക് റൗണ്ട് ആയിട്ട് വന്നപ്പോഴാണ് കോമഡി ചെയ്തത്. അതെ. അല്ലാണ്ട് തന്നെ അഞ്ജലി കോമഡി കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്നാ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്നാ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു തണുത്ത് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും നമുക്ക് നല്ലൊരു ഹോട്ട് കോമ്പറ്റീഷനിലേക്ക് കടക്കാം. Okay, so we'll call out our first contestant, Ritika. ഋതിക. ഋതിക കുട്ടി എന്തോ സുന്ദരി കുട്ടി. അത് ആസ് യൂഷ്വൽ ആണ്. അതെ. And she's ഭയങ്കര റെഡിയാണ് പാടാനൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് റൗണ്ട്സിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? ഫുഡ് ടാപ്പേഴ്സ്. Food tappers. Okay. ഏത് പാട്ടാണ് മോള് പാടാൻ പോകുന്നത്? ഞാൻ ആജാ നസ്ൽ എന്ന മൂവിയിലെ ആജാ നസ്ൽ. ഓക്കെ നമ്മുടെ മാധുരി ദീക്ഷിത്. അതെ മാധുരി ദീക്ഷിത്തിന്റെ ഒരു കംബാക്ക് ഫിലിം ഒക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും എന്താ പറയാ, അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടും ഒക്കെ കൂടി. ഓക്കെ Okay, all the best. All the best. താങ്ക് യു ചേട്ടാ. झनक झनक झन खनक खनक खन झनक झनक खनक खनक खन. मेरा झुमका उता के लाया यार वे जो गिरा था बरेली के बाजार में मैं तो झुमका लगा के शर्मा गई बोले घूम कर बता दे के मैं आ गई
सबको बुला के नाच ले आजा नच ले मेरी यार तो नच ले जनक जनक जनका ओ नच ले मेरी यार तो नच ले अब तो लूटा है बाजार नच ले सर से बुला के नच ले सर नच ले सर से बुला के नच ले सर से बुला के नच ले ഞാൻ ആദ്യം തൊട്ട് പറയാം, മോൾക്കൊരു പ്രത്യേക ടോൺ ഓഫ് വോയിസ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആണത്. അത് മോൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് മാറിത്തീരും, അതിനൊരു സംശയവും. വെരി നൈസ്. താങ്ക് യു ചേട്ടാ. എന്ന് മാത്രം ഞാൻ പറയുന്നു വിചാരിക്കരുത്, അങ്ങനെയല്ല. ഇറ്റ് വാസ് എക്സലന്റ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കയുടെ കോട്ടാണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഹീറോയിന് ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. തൊട്ടടുത്ത് നിൽക്കുന്ന ആള് പെർഫെക്റ്റ് ഡ്രസ് ആയിട്ടിരിക്കുന്ന ഈ കോമഡി സീക്വൻസിന്. നല്ല കളർ കോമ്പിനേഷൻ. ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ മോൻ ഈ കോമിക് റൗണ്ട് ആയിട്ട് വന്നപ്പോഴാണ് കോമഡി ചെയ്തത്, അതെ. അല്ലാണ്ട് തന്നെ അഞ്ജലി കോമഡി. കോട്ടിലിരിക്കണ വൻമൂട്ടേ, മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. കോട്ടിലിരിക്കണ വൻമൂട്ടേ, മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. ഒരു സിനിമ കാണുന്ന പോലെ ഇരുന്നു, ഒരു സിനിമയിൽ ഒരു പാട്ട് കാണുന്ന പോലെ ഇരുന്നു. അത്ര നാച്ചുറൽ ആയിരുന്നു. നല്ലൊരു ആ പാട്ടിന് ആവശ്യമുള്ള ആ ഒരു കോമിക്കൽ എലിമെന്റ് ആൻഡ് വോട്ടെവർ, അത് നല്ല രസമായിരുന്നു. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാറ്റയിരിക്കുന്നു, കോളർ തിന്നു കീശയും തിന്നു കോട്ടും കൂടി തിന്നൽ. കുട്ടി ഋതിക കുട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഡാൻസേഴ്സും ഒക്കെ കൂടി ഭയങ്കര രസമായിരുന്നു കാണാൻ. मेरा झुमका उठा के लाया यार वे, जो गिरा था बरेली के बाजार में, मैं तो झुमका लगा के शर्मा गई, बोले घूम कर बता दे के मैं आ गई, मुझको नचा के नच ले आजा नच ले मेरी यार तो नच ले जनक जनक जनका ओ नच ले मेरी यार तो नच ले. അപ്പൊ നമുക്ക് വൈകിക്കാതെ നമുക്ക് നേരെ കമന്റ്സിലേക്ക് കിടക്കാം. സോ യെസ് സ്റ്റീഫൻ ചേട്ടാ, ഋതിക, എന്തോ ആ കൈകൊണ്ടുള്ള ഡാൻസ് എങ്ങനെയായിരുന്നു? ഒരു ഭയങ്കര ഡാൻസ് ഉണ്ടായിരുന്നു. അതെ ഉണ്ടായിരുന്നു. അതിൽ ഋതിക മാത്രമായിരുന്നു ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് കൊണ്ടുവരാൻ ബാക്കി. അപ്പൊ അതും കൂടി പൂർത്തി ഒന്ന് കാണിച്ചു തരും ഞങ്ങൾക്ക്. ഒരു പ്രത്യേക ഡാൻസ് ആയിരുന്നു അത്. അതെങ്ങനെയും വന്നതാണ്. അങ്ങനെയൊക്കെ വന്നില്ലേ? എങ്ങനെയൊക്കെയോ വന്നു. കാണിക്ക്. എങ്ങനെയോ വന്നത്. അവസാനത്തെ നിപ്പ് എങ്ങനെയായിരുന്നു? അപ്പോ ഓഹോ, കലക്കി ഋതിക. താങ്ക് യു ചേട്ടാ. ഞാൻ രണ്ട് മൂന്ന് ഞങ്ങൾ കഴിഞ്ഞ അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ത്രോ എങ്ങനെ ചെയ്യണമെന്ന്. അതിൻ്റെ ഒരു ചെറിയ ഡെമോ ആയിരുന്നു ഋതിക ഇപ്പോൾ കാണിച്ചത്. നല്ല ഒരു ദർ ഇസ് എ ത്രോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ എപ്പിസോഡുകളിൽ നിങ്ങൾ ഹിന്ദി ഫാസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദി ഫുഡ് ടാപ്പേഴ്സിൻ്റെ പാട്ടെടുക്കുക എന്ന് പറയുന്നത് സുനീതിയുടെ പാട്ടുകൾ എടുക്കുന്നത്. അപ്പോൾ സുനിധിയുടെ ശൈലി ശരിക്കും നിങ്ങൾ പഠിക്കണം. സുനിധിയുടെ ശൈലികളിലും കുറേ പേരുണ്ട്. ഇപ്പോൾ നേരത്തെ പഴയ നന്ദിനി അങ്ങനെയുള്ള അവരുടെയൊക്കെ ഒരു സിംഗിങ് കുറച്ച് ചെയ്താൽ അതിൻ്റെ നീ നന്നായി ഓൾമോസ്റ്റ് യു കെയിം അപ് ടു ദാറ്റ് ആ ഒരു ലെവലിലേക്ക് നീ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. സോ അതിനൊരു യു ബ്രോട്ട് സംതിങ് ദാറ്റ് ആ സിംഗിങ് ഓപ്പൺ സിംഗിങ് ഇറ്റ് വാസ് നൈസ് ആക്ച്വലി കേട്ടോ. താങ്ക് യു ചേട്ടാ. നല്ലായിരുന്നു. എനിക്ക് ഹമ്മിങ് മാത്രം കുറച്ച് പിച്ച് ഔട്ട് തോന്നിയത്. ആ രണ്ട് ഹമ്മിങ് നീ പാടിയില്ലേ, നീ എന്താ വെച്ചാൽ നീ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരത് പാടണ്ടോന്നാ നീ നോക്കിക്കൊണ്ടിരിക്കണേ.
അത് നോക്കരുത്. ആദ്യത്തെ പ്രാവശ്യം പിന്നെ അവർ ഗംഭീരമായി മിസ് ചെയ്തു, അത് കുഴപ്പമില്ല. പക്ഷെ നീ കോറസും കൂടെ നീ ശ്രദ്ധിക്കുക, അവർ പാടേണ്ടോ നോക്കിയിട്ടാണ് നീ ഹമ്മിങ് പാടുന്നത്. അങ്ങനെ നോക്കണ്ട, അവർ പാടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് ആഡ് ഓൺ അല്ല ശരിക്കും. ഓക്കെ, പക്ഷേ യു ഡിഡ് യുവർ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നൈസ് അറ്റംപ്റ്റ് ആൻഡ് യു ഡിഡ് ഗുഡ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ആകാശ്. താങ്ക് താങ്ക് യു. യു ചേട്ടാ. സുജാത ചേച്ചി. ഋതിക, എന്താ എന്തൊരു പവർഫുൾ സിംഗിങ് ആയിരുന്നു. വാവ്, ഈ പാട്ട് ഞാൻ ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്. കുറേ കേട്ട് 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 ഇങ്ങനെ മടുത്തൊരു പാട്ടാണ്. പക്ഷേ ഋതിക പാടിയപ്പോൾ ഒന്ന് ഫ്രഷ് ആയിരുന്നു ഈ പാട്ട്. ഋതിക ഇവിടെ, ഋതിക ഏതൊക്കെയാ മെലഡീസ് ഇവിടെ പാടിയേ? നല്ല സോഫ്റ്റ് മെലഡീസ്. என்ன சொல்ல? ആ, சின்ன சின்ன ஆசை உள்ள திக்கி திக்கி பேச மல்லிகை பூவாசம் கொஞ்சம் காத்தோடு வீச முத்து முத்து பார்க்க நெஞ்சில் முத்து முத்து வேர்க்க புத்த புது வாழ்க்கை என்ன உன்னோடு ஜலாசயத்தில் ആ, ഓക്കെ ഓക്കെ ഓക്കെ. ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഐ ജസ്റ്റ് വോണ്ട് ടു നോ. ഓക്കെ, ഋതിക്ക് ഞാൻ ആദ്യം തൊട്ട് പറയാം, മോൾക്കൊരു പ്രത്യേക ടോൺ ഓഫ് വോയിസ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആണത്. അത് മോൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് മാറിത്തീരും, അതിനൊരു സംശയമില്ല. ആൻഡ് ഋതികയുടെ, ഞാൻ ഇതിനു മുമ്പേ മോൾ കൊച്ചായിരുന്നപ്പോഴും മോളുടെ പാട്ട് കേട്ടിട്ടുണ്ട്. അതിന്നൊക്കെ മോളിപ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല, അതോ പ്രാക്ടീസ് ചെയ്യുന്നില്ലയോ എന്താണെന്നറിയില്ല. പക്ഷേ വോയിസ് ഇപ്പം നല്ലോണം മലയാള തമിഴിൽ സത്വം വോയിസ് പേസുത് എന്ന് പറയും. നല്ലോണം സംഗതികളും എല്ലാം ക്രിസ്പായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെ പോട്ടെ മുന്നോട്ട് സംഗീത ജീവിതം. താങ്ക് യു ആൻറ്റി. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. ഋതിക, എന്തോ? വെരി നൈസ് താങ്ക് യു ചേട്ടാ. എന്ന് മാത്രം ഞാൻ പറയുന്നു വിചാരിക്കരുത്, അങ്ങനെയല്ല. ഇറ്റ് വാസ് എക്സലന്റ്. താങ്ക് യു. വെരി ഗുഡ്. ചുമ്മാ പറയല്ല. ഐ തിങ്ക് ഓരോരോ ടൈപ്പ് ഓഫ് സോങ്സ് ഋതിക എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും യു ആർ പ്രൂവിങ് ദറ്റ് യു ആർ കേപ്പബിൾ ഇൻ ഡിഫറെൻറ്റ് ജോൺറസ് ആൻഡ് നോട്ട് ജസ്റ്റ് ചുമ്മാ പാടിപ്പോകുന്നതല്ല, യു ആർ ഏബിൾ ടു സ്കോർ റിയലി വെൽ ഇൻ ഓൾ ദോസ് ജോൺറസ്. ഐ മീൻ ഡിഫറെൻറ്റ് പെർഫോമൻസസ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ആ ഉണ്ട്. ഒരു ഡൗട്ടിലൊക്കെ തലയാട്ടുന്നു. ഇല്ല. Anyway, it was nice. Really good energy and you have this amazing charm about yourself. നല്ല രസമുണ്ട് അവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഡാൻസേഴ്സുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ആസ് വെൽ ആസ് മൈക്ക്, ഒരു ഫ്രണ്ട്ലി മൈക്കായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി, എവറിഥിങ് ഇസ് വെരി ഗുഡ്. അതങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല അത്ര ഈസി ആയിട്ട്. യു ഹാവ് ദാറ്റ് ഓൾറെഡി, സോ കീപ് ദാറ്റ് ഗോയിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഇതിൻ്റെ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ സലീം സുലൈമാൻ, വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് മ്യൂസിക് ഡയറക്ടർമാരാണ്. പറയാൻ കാരണം അവർ സാധാരണ പ്രോഗ്രാമേഴ്സായിട്ട് വന്നതാണ്, ബ്രദേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഫാദർ മർച്ചൻറ്റ്, സലീം മർച്ചൻറ്റ്, സുലൈമാൻ മർച്ചൻറ്റ്, അങ്ങനെയാണ്. മർച്ചൻറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഇവരെ അറിയപ്പെടുന്ന ആദ്യം. ഇവരുടെ ഫാദറാണ് കീബോർഡിൻ്റെ ബോക്സുകൾ ആദ്യമായിട്ട്, കീബോർഡിൻ്റെ അല്ല എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബോക്സുകൾ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ബന്ധത്തിൽ കലാകാരന്മാരോട് പരിചയപ്പെട്ട് ഇവർ മ്യൂസിക്കിലായതാണ്. ഇപ്പോൾ ദേ ആർ ലൈക്ക് പൈനിയേഴ്സ്, ലൈക്ക് ദേ ആർ ദ വൺ ഓഫ് ദ ടോപ്പ് നോച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ദർ. സോ their song, their composition. അവർ പല ഇങ്ങനത്തെ സോങ്സും ഫുട്ടപ്പേഴ്സിൽ വരുന്ന മിക്ക പാട്ടുകളും അല്ലെങ്കിൽ ജുമച്ചാലെ ഒക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് അവരുടെ എല്ലാ സോങ്സും. കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഫേമസ് ആണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഫേമസ് ആണ്, വെരി ഫേമസ്. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദാറ്റ് സോങ്. താങ്ക് യു സോ മച്ച്. സോ എന്തായാലും നമുക്കപ്പോൾ പിന്നെ ഒട്ടും വൈകാതെ മാർക്കിലേക്ക് കിടക്കാം. യെസ്, സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. 26. ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, സോ ഇതേപോലത്തെ റോക്കിംഗ് നമ്പേഴ്സുമായി വീണ്ടും വരൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ.
നിങ്ങളെയൊക്കെ വിചാരിച്ചേക്കുന്നത് ഞാനും അഞ്ജലി ചേച്ചിയാണ് ഇവിടുത്തെ ഏറ്റവും വികൃതി എന്നല്ലേ. പക്ഷേ ഇവിടുത്തെ വില്ലത്തിമാർ ഞങ്ങൾ ആരുമല്ല. ഇവിടെ കുറച്ച് ടീമുണ്ട്, വിജയ് ചേട്ടനും രജിത്തേട്ടനും പിന്നെ ഇവിടുത്തെ കുറച്ച് കുട്ടികളും. അവർ എപ്പോഴും വികൃതി കാണിച്ചിട്ട് ഞങ്ങളുടെ പേരാ പറയാം. നിങ്ങൾക്ക് അവരുടെ കുസൃതികൾ അറിയില്ലല്ലോ. അവർ സമയത്ത് ഷൂട്ടിന് കയറി വരികയില്ല, പിന്നെ ഞങ്ങളെ വില്ലത്തിമാർ എന്നൊക്കെ വിളിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കണ്ടേ അവരാണോ പോവാൻ ഞങ്ങളാണോ പോവാൻ? ബാ. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കയുടെ കോട്ടാണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഹീറോയിൻ ആവശ്യമുണ്ടായിരുന്നു നിനക്ക്. തൊട്ടടുത്ത് നിൽക്കുന്ന ആള് പെർഫെക്റ്റ് ഡ്രസ് ആയിട്ടിരിക്കുന്നത് ഈ കോമഡി സീക്വൻസിന്. നല്ല കളർ കോമ്പിനേഷൻ. ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ മോൻ ഈ കോമിക് റൗണ്ട് ആയിട്ട് വന്നപ്പോഴാണ് കോമഡി ചെയ്തത്. അതെ. അല്ലാണ്ട് തന്നെ അഞ്ജലി കോമഡി കോട്ടിലിരിക്കണ വൻമൂട്ടേ, മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. കോട്ടിലിരിക്കണ വൻമൂട്ടേ, മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. ഒരു സിനിമ കാണുന്ന പോലെ ഇരുന്നു, ഒരു സിനിമയിൽ ഒരു പാട്ട് കാണുന്ന പോലെ ഇരുന്നു. അത്ര നാച്ചുറൽ ആയിരുന്നു. നല്ലൊരു ആ പാട്ടിന് ആവശ്യമുള്ള ആ ഒരു കോമിക്കൽ എലിമെന്റ് ആൻഡ് വോട്ടെവർ, അത് നല്ല രസമായിരുന്നു. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാറ്റയിരിക്കുന്നു, കോളർ തിന്നു കീശയും തിന്നു കോട്ടും കൂടി തിന്നൽ. Welcome back to Superstar Junior, powered by Nirabara. So our next contestant, Christy. ചാർലി ചാപ്ലിൻ സോങ് ഒക്കെയാണോ പാടാൻ പോണേ? ദൈവമേ, വേഗം റൗണ്ടിലേക്ക് കിടക്കാം. അതെ, നമുക്ക് വേഗം റൗണ്ടിലോട്ട് കിടക്കാം. കാരണം എന്നാലിത് ചാർലി ചാപ്ലിൻ സോങ് കൺഫ്യൂഷൻ ആയല്ലോ. ഗസ് വർക്ക് നടന്നോട്ടെ. അല്ല, എന്താ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്, കോസ്റ്റ്യൂമിനെ കുറിച്ച്? ചാർലി ചാപ്ലിന്റെ സോങ് എന്തായാലും നോക്കണല്ലോ. ആഹാ, ശരി. Rounds on screen please. റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? കോമിക് റൗണ്ട്. കോമിക് റൗണ്ട്. അതാണ്. അപ്പൊ ചാർലി ചാപ്ലിന്റെ സോങ് ഏതാണ് മോൻ പാടാൻ പോകുന്ന സോങ്? കണ്ടം വെച്ചൊരു കോട്ടാണ്. കണ്ടം വെച്ച കോട്ടുള്ള പാട്ട്. ഓഹോ, ആ പീശ എന്നാ ചേരുണ്ടല്ലോ. അല്ല വെറൈറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു അവൻ്റെ അടുത്തത്. ഇപ്പോഴാണ് അവൻ കറക്റ്റ് ലുക്കായിട്ട് വന്നത്. ഒരു നടത്തുണ്ടായിരുന്നു, ആ നടത്തൊന്ന് കാണിച്ചു കൊടുത്തു. നടത്ത ഓൾറെഡി കാണിച്ച കണ്ടല്ലേ? ആ ചാർലി ചാപ്ലിൻ സാധാരണ ചെരുപ്പിടാറില്ലടാ, എന്താ നീ ഇങ്ങനെ? അല്ല, അത് ചാർലി ചാപ്ലിന്റെ കേരള വേർഷൻ ആയല്ലോ, കണ്ടം വെച്ച കോട്ടാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ കണ്ടം വെച്ച കോട്ട് മറ്റേ പടത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അറിയോ മോന്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണ് കണ്ടം വെച്ച കോട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമയിലൊരു കോമിക് പാട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ തകർക്കൂ. അതെ, ഓക്കേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കയുടെ കോട്ടാണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ട
കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ കോട്ടിലിരിക്കണ വൺമൂട്ടെ മൂട്ടെ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണിയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ടു നടക്കണ കൽബിനെ മൂടിയ കോട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണിയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ടു നടക്കണ കൽബിനെ മൂടിയ കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാറ്റയിരിക്കുന്നു കോളർ തിന്നു കീശയും തിന്നു കോട്ടും കൂടി തിന്നല്ലേ വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാറ്റയിരിക്കുന്നു കോളർ തിന്നു കീശയും തിന്നു കോട്ടും കൂടി തിന്നല്ലേ ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് ഹലോ ക്രിസ്റ്റി എന്തോ നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതെ പെർഫെക്റ്റ് കോമിക് കോമിക് റൗണ്ടിന്റെ റൗണ്ടിലോട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് സെലക്ഷനും എല്ലാമാണ് പിന്നെ എന്തായാലും ജീവിക്കുന്നു കൂടെ ലാസ്റ്റ് ബീച്ചൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നേരെ ചോദിക്കാം dancers-ഉം. അതെ എല്ലാ ഡാൻസേഴ്സിനും അതെ പ്രത്യേക കൈയടി ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് സോ യെസ് വിൽ സ്റ്റാർട്ട് ഫ്രം വിജയേട്ടാ കം ഓൺ സത്യം പറഞ്ഞാൽ ഇതിലൊരു ഹീറോയിൻ ആവശ്യമുണ്ടായിരുന്നു നിനക്ക്. തൊട്ടടുത്ത് നിൽക്കുന്ന ആള് പെർഫെക്റ്റ് ഡ്രസ് ആയിട്ടിരിക്കുന്നത് ഈ കോമഡി സീക്വൻസിന്. തോന്നി, അത് അങ്ങോട്ടേ നല്ല വരുള്ളൂ കളർ കോമ്പിനേഷൻ ശരിക്കും. നോക്കൂ, ശരിയാണല്ലോ. ആ മുടിയുടെ സ്റ്റൈല്, ഉടുപ്പ് എല്ലാം കറക്റ്റ് ആണ്. നോക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ മോൻ ഈ കോമിക് റൗണ്ട് ആയിട്ട് വന്നപ്പോഴാണ് കോമഡി ആയത്. അതെ. അല്ലാണ്ട് തന്നെ അഞ്ജലി കോമഡി ആ mic ഇട്ടാണ്ടല്ലോ. അഞ്ജലി യു ആർ ദ ലുക്കിംഗ് നൈസ്. I am the looking nice. നീ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. യു ആർ ദ ലുക്കിംഗ് നൈസ്. Thank you. ക്രിസ്റ്റിയെ, എന്തോ ആ ലാസ്റ്റ് പോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് പാട്ടും നന്നായിരുന്നു. പാട്ടും നന്നായിരുന്നു. നന്നായിട്ട് പാടി. നന്നായിട്ട് നല്ലൊരു ആ പാട്ടിന് ആവശ്യമുള്ള ആ ഒരു കോമിക്കൽ എലിമെന്റ് ആൻഡ് വോട്ട് എവർ അത് നല്ല രസമായിരുന്നു. ഓക്കെ, നന്നായിട്ട്. ഐ തിങ്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. നല്ല എന്റർടൈനിങ് ആയിരുന്നു നിന്റെ പെർഫോമൻസ്. ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. Thank you ചേട്ടാ. സുജാത ചേച്ചി, ക്രിസ്റ്റി ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് മാറി അല്ലേ? ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെ ഇരുന്നു. ഒരു സിനിമയിൽ ഒരു പാട്ട് കാണുന്ന പോലെ ഇരുന്നു. അത്ര നാച്ചുറൽ ആയിരുന്നു. അതിൽ ഒരു കുറച്ചും കൂടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല ചെയ്തതിലും പാടിയതിലും. പാടിയത് എന്താണ് പാറ്റ, അതും പാറ്റയല്ലേ ചവിട്ടി എറിഞ്ഞത്, അതോ മൂട്ടയാണോ ചവിട്ടി എറിഞ്ഞത്? മൂട്ടയെ ചവിട്ടി എറിഞ്ഞതും. കോട്ടിലിരിക്കണ വൻമൂട്ടെ മൂട്ടെ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ കോട്ടിലിരിക്കണ വൻമൂട്ടെ മൂട്ടെ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. എന്തൊരു രസമാ. സിമ്പിൾ ആണെങ്കിലും പക്ഷെ എന്തൊരു രസമായി പാട്ട്. ഇത് ആരാണ്? അച്ഛൻ്റെ സെലക്ഷൻ ആണ്? ചേട്ടനും അച്ഛനും സെലക്ട് ചെയ്യും. വെരി ഗുഡ്. അച്ഛനാണോ നിന്റെ കൊറിയോഗ്രാഫി പറഞ്ഞത്? നിന്റെ ഫസ്റ്റ് വരവ് മുതൽ ലാസ്റ്റ് വീഴ്ച എല്ലാം നല്ല തകർത്തു.
നല്ല ആഡ് ഓൺ ആയിരുന്നു നിൻ്റെ കൊറിയോഗ്രാഫി. ഈ പാട്ട് വെറുതെ നിന്ന് പാടിയ ഏക്കും, പക്ഷേ ഒരു കംപ്ലീഷൻ ഉണ്ടായിരുന്നു. നീ അത് ഇനാക്ട് ചെയ്തപ്പോൾ അവരെ കൂടെ വന്ന് എല്ലാതും ആ വാക്കുകൾ കറക്റ്റായിട്ട് നീ ചില കാര്യങ്ങൾ അത് ആക്ട് ചെയ്ത് കാണിച്ചപ്പോൾ ഒന്നും കൂടി അത് ഭയങ്കരമായിട്ട് ഫുൾ ഫ്ലെഡ്ജായി. എനിക്ക് നല്ല ഇഷ്ടമായി. ചെറിയ പിച്ച് ഔട്ടുകളെ നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇത്തിരി പോയി. പക്ഷെ നിൻ്റെ മുഖത്ത് നിൻ്റെ വോയിസ് നല്ല നല്ല പവറുള്ള വോയിസ് ആയിരുന്നു. നിൻ്റെ പിച്ചിന് കറക്റ്റായിരുന്നു അല്ലേ? ഇത് നല്ല പിച്ചിന് ആപ്റ്റായിരുന്നു. നിൻ്റെ ശ്രുതിക്ക് ആപ്റ്റായിട്ടുള്ളൊരു സോങ്ങാണ് നീ എടുത്തത്. നല്ലായിരുന്നു. അറ്റയർ നല്ല എല്ലാം കൊണ്ടും എനിക്കിഷ്ടമായി. ഇറ്റ് വാസ് ആൻ ഓൾ റൗണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഓർക്കസ്ട്ര ഫുഡൊക്കെ നല്ല രസമായിട്ട് വായിച്ചു. എല്ലാവരും പുലികളും വായിച്ചു. ഈവൻ ഡാൻസേഴ്സ് ദേ ഡിഡ് എ വെരി ഗുഡ് ജോബ്. സോ ഓവറോൾ ഇറ്റ് ഈസ് എ നൈസ് ട്രീറ്റ് ഫോർ അസ്. താങ്ക് യു ചക്കരെ. താങ്ക് യു. സോ ചേട്ടാ. So ഇനിയിപ്പോൾ time നമുക്ക് for നേരെ marks. എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ക്രിസ്റ്റിയുടെ ഈവൻ വേറൊരു മറ്റേ കിലുക്കത്തിലുള്ള പാട്ട് ഇവർ മൂന്നുപേരും കൂടി 4 പേരും കൂടെ ചെയ്തപ്പോൾ ഇവനും അമൽ റോയ് അല്ലേ? അതോ നീയും ഋതുവായിരുന്നോ? നീയും അമൽ റോയും അമൽ റോയ് ശിവാനിയും കൂടെയും. അത് ഭയങ്കര ആരാ പാടിയത്? ആരായിരുന്നു? അമൽ റോയ് അല്ലേ? അമൽ റോയ്. നീയും ശിവാനിയും കൂടെയും കൂടെ ചെയ്തത്. അവിടെയും ഇവന്റെ കോമിക് ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അതെ. പൂട്ടിപ്പട്ടണം പൂട്ടിക്കെട്ടണം ചെന്നവാടാ എങ്കക്കെട്ടള സിങ്കക്കെട്ടള சும்மா இருடா ரேஸில் நம்ம ராசா இந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் வருது நிறைய லாக்ல பெரியவும் ஜாக்பா பிறகு இந்த பொட்டண சொந்தமாக்கி பூட்டிக்கட்டு வாண்டா டே பூட்டிப்பட்டணம் பூட்டி சொல்லவாடா എങ്കക്കെട്ടള സിങ്കക്കെട്ടള சும்மா இருடா இருடா. അപ്പോൾ അത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിനക്ക് അതിങ്ങനെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ടാവും. ഓക്കെ, നൈസ്. എന്നുവെച്ചാൽ അങ്ങനത്തെ ആ സുജാ ചേച്ചി പറഞ്ഞല്ലോ, ആ പാറ്റ ഇടുന്നതും നിന്റെ ആ റിയാക്ഷനും അതൊക്കെ വളരെ ഈസി ഉള്ളൊരു കാര്യമല്ല അതൊക്കെ കാണിക്കുന്നതൊക്കെ. ഓൾ ദ ബെസ്റ്റ്. Thank you ചേട്ടാ. So So Christina, yes, marks. marks please. Yes, Stephen ചേട്ടാ, come on. Thank you ചേട്ടാ. സുജാത ചേച്ചി. പാട്ട് കുറച്ച് ഷാർപ്പായിരുന്നു പാടിയിരുന്നത്, അതുകൊണ്ട് Okay. പക്ഷേ ഉഗ്രനായിരുന്നു. Thank you ചേച്ചി. വിജയ് ചേട്ടാ. So Christy, 26 marks. Happy അല്ലേ? ഹാപ്പി. ഹാ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ നല്ല പാട്ടുകളുമായി വീണ്ടും വരണം. പക്ഷെ ഇപ്പൊ പോവാൻ സമയമായിട്ടില്ല. കാരണം നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റ് എന്താണ്? ടോപ്പ് സ്കോറർ. ടോപ്പ് സ്കോറർ. അപ്പൊ ടോപ്പ് സ്കോറർ ഇന്നത്തെ പാർട്ടിസിപ്പൻസ് 2 പേർക്കും നമ്മൾ ഒരുമിച്ച് കൊടുക്കാൻ പോകണം. ബിക്കോസ് 2 പേർക്കും 26 മാർക്സ് ആണ്. So Ritika, please. ओ मैंने गलती करी थी मेरी नथनी पड़ी थी कि सोने में उसको रंगा गई मेरा गा के या दरिया पे आ गई वो मोहल्ले में कैसे मार मार है बोले मोची भी खुद को सुनार है सबको नचा के नच ले आजा नच ले मेरी यार तो नच ले കോട്ടിലിരിക്കണ വൻമൂട്ടെ മൂട്ടെ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ കോട്ടിലിരിക്കണ വൻമൂട്ടെ മൂട്ടെ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്ന നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. Congratulations, Congrats Ritika to both of and you. Christy. So അങ്ങനെ മറ്റൊരു നല്ല എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. So with more exciting performances, we'll be coming back to you. Till then, keep supporting and keep watching Superstar Junior. कम काही तरसते बेचारे ले जा तू करे 77 इशारे
പെർഫെക്റ്റ് ആയിരുന്നു മോള് പാടിയത്. പെർഫെക്റ്റ്. दिल के तू गंदार है दूसरे भी, हम थोड़ा अच्छे है वो है फरेबी, महंगा है दिल सबके बस का नहीं, ये बिकना है पर तेरी खातिर मुझे आज पास आ रही बिक गया रे. എല്ലാ സ്റ്റൈലും എടുത്ത് കൊടുന്ന് നീ ഒരേപോലെ നീ പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആൻ അമേസിംഗ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തരൂന. എനിക്ക് വലിയ 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 ഇഷ്ടമായി. होठों में ऐसी बात में दबा की चली आई, गुल जाई वही बात तो आई है दुहाई. हारे हाँ बात जिसमें प्यार तो है लहर भी है. മോളെ, മോൾക്ക് 9 വയസ്സേ ആയിട്ടുള്ളൂ. चलिया 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 रूह चुरा लो मैं हूँ ऐसी चलिया 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 हाथ नाव मैं हूँ ऐसी चलिया उस लहर हूँ. കുട്ടി ഇങ്ങനത്തെ ഒരു പാട്ട് ഇത്രയും ഫീൽ ആയിട്ട് പാടണ എനിക്ക് ടച്ച് വുഡ് അത്ഭുതം തോന്നി. ഒരു പളുങ്കു പൊഞ്ചി മിഴിനുള്ളിലെ മൺ ചിരാതിന്റെ നാളമായി കതിരിടുമ്പോഴും കാറ്റിലാടാതെ. യു ക്രിയേറ്റഡ് ദാറ്റ് മാജിക്. ആ വഴി ഒരു മാജിക് ക്രിയേറ്റർ ആയി കേട്ടോ. Zubi pampara, zubi parampa, zubi nache ये पागल सुपरमैन. चाकों पे पत्ते गारा है, फूलों पे बावरे गारा है, दीवाने की रुड़ी गारा है, पंछी गारा है. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.